അപ്പൊ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് നമ്മൾ അടിപൊളി സംഭവം തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മുട്ടച്ചോറാണ്. നമുക്ക് ചോറൊക്കെ അധികം വരുവാണെങ്കിൽ നമ്മളിപ്പോൾ എന്തോ ചെയ്യണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ കൂട്ടുകാരെ ഇതേ ചെയ്ത് നോക്കും. മക്കൾക്കും ടിഫിൻ ബോക്സിനകത്തൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാൽ ഞാൻ എൻ്റെതായിട്ടുള്ള സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോലെ. ആദ്യം നമുക്ക് ഒരു ഇരുമ്പ് ചട്ടി അടുപ്പ് വെച്ച് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് കുറച്ച് അതിട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് സവാള പൊടിയായിട്ട് അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞാണ് അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് അത് ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി സവാളയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഇനി പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അവിടെ ഒന്ന് ഇതെല്ലാം മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു 5 മുട്ടയാണ്. അതൊന്ന് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് വെറും പൊടിയായിട്ട് ഇട്ടണം, വലിയ പീസാവാൻ പാടില്ല, വെറും പൊടിയായിട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ നമ്മൾ നല്ല വെറും പൊടി പീസായിട്ടാണ് നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചോറിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1 പ്ലേറ്റ് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറ് തന്നെ, വീട്ടിൽ വെക്കുന്ന ചോറ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ചോറിനകത്തോട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ അങ്ങ് ലോ ഫ്ലെയിമിലോട്ട് കുറയ്ക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. ഇപ്പം ഞാൻ മല്ലിയില ഇടുന്നില്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുമല്ല കൂട്ടുകാരെ. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം.